1.5 വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ഇരു കാലിലും ചിലങ്കയണിഞ്ഞ് കുറേ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുകയാണ്. കൂടെ നൈനുവും ഉണ്ട്. അവളും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. നൈനുട്ടിയെ, മോള TV ഓൺ ചെയ്യേ, ഇതേ അച്ഛയുടെ ഇൻ്റർവ്യൂ തുടങ്ങാൻ സമയമായി. ലക്ഷ്മി ആ പറഞ്ഞത് കേട്ടതും നൈനു TV ഓൺ ചെയ്യാൻ വേണ്ടി ഓടി. ലക്ഷ്മി കുട്ടികളോട് ഇന്നത്തേക്ക് ഇത്രയും മതി, ഇനി നാളെ വന്നോളൂ എന്ന് പറഞ്ഞതും എല്ലാവരും പോയി. അമ്മ, ദേ അച്ഛൻ, പെട്ടെന്ന് ഓടി വാ. അത് കേട്ടതും ലക്ഷ്മി അകത്തേക്ക് ഓടി. ലക്ഷ്മി ശ്രദ്ധ മുഴുവൻ TV-യിലേക്ക് കൊടുത്ത് ഒരു ചെറുചിരിയാലെ ഇൻ്റർവ്യൂ കാണാൻ തുടങ്ങി. ഇൻ്റർവ്യൂ കഴിയാറായതും അവസാനത്തെ ഒരു ചോദ്യം കേട്ട ലക്ഷ്മി ഒന്നുകൂടി TV-യിൽ ശ്രദ്ധ ചെലുത്തി. ജിച്ചൻ്റെ ആദ്യ, നിങ്ങളുടെ ഈ ഒരു കഥയ്ക്കാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും നല്ല കഥാകൃത്തിനുള്ള സാഹിത്യ പുരസ്കാരം കിട്ടിയത്. ഈ കഥ ഇപ്പോൾ സിനിമയും ആയിരിക്കുന്നു. ജിച്ചനെയും ആദ്യയും കേരളക്കര ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ? അത് കേട്ടതും കിഷോർ ചോദിച്ചോളൂ എന്ന പോലെ സമ്മതം അറിയിച്ചു. ഇതിനു മുൻപ് നിങ്ങളോട് പലരും ചോദിച്ച ചോദ്യമാണിത്. നിങ്ങൾ ആരോടും മറുപടി പറഞ്ഞിട്ടുമില്ല. എനിക്ക് മറുപടി കിട്ടുമെന്ന് അറിയാലോ എന്നും പറഞ്ഞ അയാൾ ചോദ്യത്തിലേക്ക് കടന്നു. ജിച്ചനും ആദ്യവും സാങ്കല്പിക കഥാപാത്രമല്ലെന്നും റിയലായി നടന്ന സംഭവമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജിച്ചൻ ആദ്യം എവിടെയാണുള്ളത്, അതൊന്ന് പറയാമോ? അത് കേട്ടതും കിഷോർ ഒന്ന് പുഞ്ചിരിച്ചു. അവർ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തവരാണ്. അവരുടെ പ്രൈവസിയിൽ ആരും കയറി ചെല്ലരുതെന്ന് അവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഇതിനുത്തരം പറയാൻ നിർവാഹമില്ല. ഓക്കെ, താങ്ക് യു സർ. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞതും, ഹലോ അച്ഛാ, ഞാൻ നൈനുവാ. അച്ഛൻ എപ്പോഴാണ് വരിക? അച്ഛൻ്റെ ജിച്ചൻ്റെ ആദ്യം എന്ന സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കില്ലല്ലോ. നൈനുവിൻ്റെ സ്വരം കേട്ടതും കിഷോറിൻ്റെ മുഖത്തൊരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ഇതേ സമയം US-ലെ തങ്ങളുടെ വില്ലയിലിരുന്ന് ഈ ഇൻ്റർവ്യൂ കാണുകയായിരുന്ന ആരു നിറഞ്ഞ കണ്ണുകളോടെ അജീവയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് ഇരുവരും ചിന്തയിൽ നിന്നുണരുന്നത്. ആദ്യ, ദേ മോളെ എഴുന്നേറ്റെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ജീവ ബെഡിനരികിലേക്ക് നടന്നു. ബെഡിൽ കിടക്കുന്ന അവരുടെ പൊന്നോമനകളിലേക്ക് ജീവയുടെ നോട്ടം ചെന്നു. അവർക്ക് രണ്ടാമത് ഇരട്ടക്കുട്ടികളെയാണ് ദൈവം സമ്മാനിച്ചത്. ആദ്യം കൊടുത്ത വേദനയ്ക്ക് പകരമായി ഇരട്ടി മധുരമെന്നോണം 2 പൊന്നോമനകൾ, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. കരയുന്ന കുഞ്ഞിനെ എടുത്ത് ജീവ ആരുവിൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യ, ദേ മോള് കരയുന്നുണ്ട്, നീ പാല് കൊടുത്തേ. അത് കേട്ടതും ആരു കുഞ്ഞിനെ പാലൂട്ടാൻ തുടങ്ങി. എൻ്റെ ആദ്യ, ഇനിയും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ എങ്ങനെയാ? അവൾക്ക് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്ന് അറിയാനിട്ടല്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. നീ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ അവർക്ക് വല്ലതും കിട്ടണ്ടേ? അമൃത് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാലിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ജീവ പറഞ്ഞതും ആരു അവൻ്റെ തോളിലേക്ക് വീണ്ടും ചാഞ്ഞു. അപ്പോഴാണ് മറ്റേയാൾ കിടന്ന് കരയുന്നത് ഇരുവരും കേൾക്കുന്നത്. അത് കേട്ടതും ജീവ ആരുവിനെ ഒന്ന് നോക്കി. അവളുടെ മടിയിൽ കിടക്കുന്ന ആ കുഞ്ഞ് അന്നേരം ഉറങ്ങിയിരുന്നു. എന്നാൽ ഇതേ സമയം നൈനു ടെഡിയുടെ കവിളിലേക്ക് രാവിലെ കൊടുക്കാനുള്ള ഉമ്മ കൊടുക്കാൻ മറന്നു പോയിരുന്നു. അന്നേരം അവൾ അതിന് പകരമായി ഇരു കവിളിലും 2 ഉമ്മകൾ വീതം കൊടുത്തു. 11 വർഷങ്ങൾക്ക് ശേഷം. നൈനിക, ഞാൻ ചോദിച്ചതിന് താൻ മറുപടി പറഞ്ഞില്ലല്ലോ. അവൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ചേട്ടാ, ചേട്ടൻ ഒന്ന് പോകുന്നുണ്ടോ? ഇത് പഠിക്കാനുള്ള സമയമാണ്. ആ സമയത്ത് ഇത്തരം ചിന്തകൾ വരാൻ പാടില്ല. അവൾ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു. നൈനിക, ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്. തൻ്റെ അച്ഛൻ എഴുതിയതാ. ഇതിലെ ജിച്ചനും ആദ്യം പോലെ നമുക്ക്. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും ഒരു സാറ് വരുന്നത് കണ്ട് അവൾ ആ പുസ്തകം പെട്ടെന്ന് വാങ്ങി ബാഗിലിട്ടു. കിഷോറും ലക്ഷ്മിയും നൈനുവും അരുണും ഭാര്യയും മകളും സിദ്ധുവും അഭിയും മകൾ നക്ഷത്രയും മകൻ യശും ഒരുമിച്ച് പുത്തമ്പരക്കലാണ് താമസം. കിഷോർ ഇപ്പോൾ അറിയപ്പെടുന്ന റൈറ്ററും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്. അന്ന് പോയതിനു ശേഷം ജീവയും ആരുവും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടേയില്ല. ജീവയുടെ അച്ഛനും അമ്മയ്ക്കും അവരെ മിസ് ചെയ്യുമ്പോൾ അവരങ്ങോട്ടേക്ക് ചെല്ലും. നൈനുവും നക്ഷത്രയും ഒരേ സ്കൂളിൽ 10ൽ പഠിക്കുന്നു. നൈനു സ്കൂളിൽ നിന്നും വന്ന് നേരെ ചെന്നത് മുറിയിലേക്കാണ്. അവൾ ഇപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിൽ മറ്റൊരു കട്ടിലാണ് കിടക്കുന്നത്. പഠനവും അവിടെ തന്നെയാണ്. അവൾ ബാഗ് വെച്ച് യൂണിഫോം മാറി ബാഗിൽ കയറ്റി ജിച്ചൻ്റെ ആദ്യ എന്ന പുസ്തകം കയ്യിലെടുത്ത് ഒന്ന് മറിച്ചു നോക്കി. അപ്പോഴാണ് അതിൽ നിന്ന് ഒരെഴുത്ത് വീഴുന്നത്. അത് വേഗം കയ്യിലെടുത്ത് അത് വായിച്ചു നോക്കിയപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അന്നേരമാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. മോളെ നൈനൂട്ടിയെ, ഡോർ തുറക്ക്, നീ അവിടെ എന്തെടുക്കുക? ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും നൈനു ഒന്ന് ഞെട്ടി. കയ്യിലുള്ള എഴുത്തും ആ പുസ്തകവും എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ലക്ഷ്മിയുടെ വാർഡ്രോബ് തുറന്നു കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് അത് തുറന്നു. അതിലെ ഷെൽഫിലെ പേപ്പേഴ്സിനടിയിലേക്ക് ബുക്ക് വെച്ച് പതർച്ച മറച്ചു പിടിച്ചു. ഡോർ തുറന്നു അമ്മയെ നോക്കി ചിരിച്ചു. എന്താ കുട്ടിയെ ഇത്? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? നച്ച് കഴിക്കുന്നുണ്ട്, നീ ചെല്ല്, അബി എടുത്തു തരും. അമ്മ അരുൺ മാമൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവാണ്. അച്ഛൻ വരാൻ വൈകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ചിലപ്പോൾ തങ്ങളും വരാൻ വൈകുമെന്നും ലക്ഷ്മി പറഞ്ഞു.
അമ്മയ്ക്ക് എന്തേ സുഖമില്ലേ? നൈനു ആദ്യോടെ ചോദിച്ചു. അമ്മയ്ക്ക് ചെറിയൊരു നടുവേദന അത്രേ ഉള്ളൂ എന്ന് അമ്മ പോയിട്ട് വരാം എന്നും പറഞ്ഞ് തുറന്നു കിടക്കുന്ന വാർഡ്രോബിൽ നിന്നും മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ എടുത്ത് വാർഡ്രോബ് പൂട്ടി ഈ തലയണയുടെ അടിയിൽ വെച്ച് നൈനുവിനോട് പോയി വരാമെന്ന് പറഞ്ഞ് മുറി വിട്ടിറങ്ങി. അവർ പോയെന്ന് ഉറപ്പ് വരുത്തി നൈനു ചായയും പലഹാരവും മുറിയിലേക്ക് കൊണ്ടുവന്നു. ഡോറടിച്ച് ലോക്ക് ചെയ്ത് തലയണയുടെ അടിയിൽ നിന്നും കീ എടുത്ത് വാർഡ്രോബ് തുറന്ന് ആ ബുക്ക് എടുക്കാൻ നേരാണ് അതിനടിയിൽ കിടന്ന ഒരു പേപ്പർ താഴെ വീഴുന്നത്. അതെടുത്ത് തിരികെ വെക്കാൻ നേരാണ് അതിൽ അവസാന വരിയായ എന്ന് സ്വന്തം ആരാധ്യ എന്ന് കാണുന്നത്. അതിലെന്താണെന്നറിയാൻ അവൾ വെറുതെ ഒന്ന് കണ്ണോടിച്ചു. പ്രിയപ്പെട്ട ലക്ഷ്മി അമ്മയ്ക്ക്, ഞാൻ എൻ്റെ ചിച്ചേട്ടൻ്റെ അരികിലേക്ക് പോവുകയാണ്. എനിക്കെൻ്റെ ചിച്ചേട്ടനില്ലാതെ പറ്റുന്നില്ല ലക്ഷ്മി അമ്മേ. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിച്ചേനെ. പക്ഷേ എനിക്ക് പേടിയാ, ഒരു നാൾ എല്ലാവരെയും പോലെ ലക്ഷ്മിയമ്മയും എന്നെ വെറുത്താലോ. അതെനിക്ക് സഹിക്കില്ല. ഞാനിനി നിങ്ങളുടെ കൂടെ താമസിച്ചാൽ നിങ്ങൾക്ക് അതിന് ദോഷം വരും. എൻ്റെ കുഞ്ഞിനും എൻ്റെ ദോഷം അവളെ ഒരിക്കലും ബാധിക്കരുത്. അതുകൊണ്ട് ഞാൻ പോവാണ്. എന്നെ കാണാതെ എൻ്റെ ജിച്ചേട്ടന് പറ്റില്ല. ആദ്യമില്ലാതെ ജിച്ചേട്ടന് പറ്റില്ലെന്ന് എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ പോവാണ്. എൻ്റെ മോളെ ഞാൻ ലക്ഷ്മിയമ്മയെ ഏൽപ്പിക്കുകയാണ്. ലക്ഷ്മിയമ്മ അവളെ പൊന്നു പോലെ നോക്കുമെന്നറിയാം. എന്നാലും പറയുക, അവൾ ഒരിക്കലും കൈവിടരുത്. ആരും അവളുടെ അവകാശം ചോദിച്ച് ഒരിക്കലും നിങ്ങളുടെ അരികിലേക്ക് വരില്ല. അവൾ എന്നും നിങ്ങളുടെ മകളായിരിക്കും എന്ന് സ്വന്തം ആരാധ്യ. അത് വായിച്ചു കഴിഞ്ഞതും നൈനു ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു. ഇതിൽ പറഞ്ഞ ആരാധ്യ തന്നെയാണോ ആരുവമ്മ? അപ്പോൾ ഞാൻ അവരുടെ നൈനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആരുവമ്മയും പപ്പയും അവർ തൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവരെപ്പോഴും വിളിക്കും, തന്നോട് സംസാരിക്കും. ചിലപ്പോൾ തനിക്ക് അവരോട് മിണ്ടാൻ മടി തോന്നി ഉറക്കാണെന്ന് പറയും. അതറിഞ്ഞിട്ടാവണം അവരെന്നുള്ള വിളി ആഴ്ചയിൽ ഒരു തവണ ആക്കി ചുരുക്കിയത്. അവർ തനിക്ക് വേണ്ടി ചോക്ലേറ്റ്സും ഡ്രസ്സും ഗിഫ്റ്റ്സും ഒക്കെയായി പലപ്പോഴായി കൊടുത്തു വിടാറുണ്ട്. അതിൻ്റെയൊന്നും അർത്ഥം തനിക്ക് അപ്പോഴൊന്നും അറിയില്ലായിരുന്നു. താൻ ലക്ഷ്മിയുടെ മകളല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവൾ വേറെ വല്ലതും ഉണ്ടോയെന്നറിയാൻ വാർഡ്രോബ് മുഴുവനും തിരഞ്ഞു നോക്കി. അപ്പോഴാണ് ലക്ഷ്മിയുടെ പഴയ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെയും അവൾ കാണുന്നത്. അതെല്ലാം അവൾ കണ്ണോടിച്ചു നോക്കി. അതിലൊരു പഴയ സ്കാനിങ് റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൽ ഫൈബ്രോയിഡ് എന്നതിനെ പറ്റിയും പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെയൊക്കെയും കുറച്ച് പേപ്പേഴ്സൊക്കെയും കണ്ടതും നൈനുവിൽ ഒരുതരം മരവിപ്പാണ് ഉണ്ടായത്. അവൾ വീണ്ടും ആരുവിൻ്റെ എഴുത്ത് വായിച്ചു നോക്കി. അതിലെ ആദ്യമില്ലാതെ ജിച്ചേട്ടന് പറ്റില്ലെന്ന് എന്നത് അവൾ ഒന്നുകൂടി വായിച്ചു. ഇനി ഇവർ തന്നെയാണോ അച്ഛൻ്റെ കഥയിലെ ജിച്ചനും ആദിയും എന്ന സംശയം അവളിൽ ഉടലെടുത്തു. അവൾ പെട്ടെന്ന് ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. ജിച്ചൻ്റെ ആദ്യ, ജീവ എന്ന ജിച്ചൻ്റെയും ആരാധ്യ എന്ന അവൻ്റെ മാത്രം ആദ്യയുടെയും കഥ. അതായിരുന്നു ആദ്യ പേജിൽ. ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് മുതൽ അവരവരുടെ കുഞ്ഞിനെ രാധികയ്ക്കും മഹാദേവനും ലക്ഷ്മി കിഷോർ, അവരുടെ സാങ്കല്പിക പേരാണ് കേട്ടോ അത്, അവർക്ക് തിരികെ കൊടുക്കുന്നത് വരെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇരുവരുടെയും ആദ്യ കണ്ടുമുട്ടലും പ്രണയവും ഇണക്കവും പിണക്കവും വിവാഹവും വിരഹവും വേദനയും ഒക്കെയും കൂടി കലർന്ന ഒരു പ്രണയകഥ. അതിൻ്റെ കൂടെ കിഷോറിൻ്റേതായ ഹൃദയത്തിൽ പതിയുന്ന വരികളും. ഇതിൽ ജീവയ്ക്കും ആരാധ്യയ്ക്കും മാത്രമായിരുന്നു യഥാർത്ഥ പേര് നൽകിയത്. ബാക്കിയുള്ളവർക്ക് സാങ്കല്പിക പേരാണ് കിഷോർ നൽകിയത്. ഇവരുടെ യഥാർത്ഥ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അതൊക്കെയും അബിയിൽ നിന്നും ആകാശിൽ നിന്നും അരുണിൽ നിന്നും സിദ്ധുവിൽ നിന്നും ലക്ഷ്മിയിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് കിഷോർ ഈ കഥ എഴുതിയത്. കൂടെ അവനറിയാവുന്ന ആരാധ്യയും ജീവയും എന്താണോ അതായിരുന്നു ജിച്ചൻ്റെ ആദ്യ. ശ്വാസം അടക്കി പിടിച്ച് നൈൻ ഓരോ പേജും വായിക്കാൻ തുടങ്ങി. 3 മണിക്കൂർ കൊണ്ട് അവൾ കഥ മുഴുവനും വായിച്ചു തീർത്തു. അന്നേരം അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യാൻ തുടങ്ങി. അതിൽ ആദ്യയുടെ ജീവിതം അവളെ ഒരുപാട് വേദനിപ്പിച്ചു. കഥ വായിച്ചതും അവൾക്ക് ചിലതൊക്കെ മനസ്സിലായി. അവൾ അവളുടെ ഫോണെടുത്ത് പപ്പ എന്ന് സേവ് ചെയ്തിരുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി വോയിസ് കോൾ ചെയ്തു. മറുതലക്കിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഹലോ ആരാ എന്നുള്ള ശബ്ദം കേട്ടതും നൈൻ ഇടറിയ സ്വരത്തോടെ പറഞ്ഞു, ഞാൻ നൈനുവാ. നൈനുവോ, അതാരാ? ആ കുട്ടി വീണ്ടും ചോദിച്ചു. അല്ലു, ആരാത്? ജീവയുടെ സ്വരം കേട്ട് 11 വയസ്സ് പ്രായമായ പെൺകുട്ടി പറഞ്ഞു, പപ്പ, ഏതോ ഒരു നൈനു വിളിച്ചതാ. നൈനു എന്ന പേര് കേട്ടതും ജീവ ഒരുതരം പിടച്ചിലോടെ ഫോൺ വാങ്ങി നമ്പർ നോക്കി. അതിൽ നൈനൂട്ടി എന്ന പേര് തെളിഞ്ഞു കണ്ടതും അവൻ ഫോൺ കാതോരം ചേർത്ത് വെച്ചുകൊണ്ട് ആർദ്രമായി വിളിച്ചു, മോളെ നൈനു. ജീവയുടെ സ്വരം കാതോരം പതിഞ്ഞതും നൈനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അച്ഛാ. ആ വിളി കേട്ടതും ജീവ ശ്വാസം എടുക്കാൻ പോലും മറന്നു പോയിരുന്നു. അച്ഛാ, കേൾക്കുന്നുണ്ടോ? മോൾ എന്താ വിളിച്ചത്? ജീവ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു. ആദ്യയുടെ ജിച്ചേട്ടൻ നൈനുവിൻ്റെ ആരാ? അച്ഛൻ തന്നെയല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നു അച്ഛാ. അതുകൂടി കേട്ടതും ജീവയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. മോളെ, അച്ഛനൊന്നും ക്ലിയർ ആവുന്നില്ല. അച്ഛൻ കോൾ ചെയ്യട്ടെ? മോളെ എടുക്കുമോ? നൈനു മൂളിയതും അടുത്ത നിമിഷം കോൾ കട്ടായി.
തൊട്ടടുത്ത നിമിഷം ജീവയുടെ നമ്പർ നൈനുവിൻ്റെ ഫോണിൽ തെളിഞ്ഞു. മോളെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം അച്ഛാ. അച്ഛാ എന്നുള്ള വിളി ജീവയുടെ ഹൃദയം കുളിരണിയിപ്പിച്ചു. മോളിപ്പോൾ എവിടെയാ? വീട്ടിൽ തന്നെ. ഇവിടെ ഇപ്പോൾ ആരുമില്ല അച്ഛാ. എനിക്ക് ആരും അമ്മയുടെ ആ പഴയ എഴുത്ത് കിട്ടി. ഞാനത് വായിച്ചു അച്ഛാ. ആദ്യമൊന്നും എനിക്കത് മനസ്സിലായില്ല. ജിച്ചേട്ടനെന്നും ആദ്യമെന്നും അതിൽ ഞാൻ കണ്ടു. പിന്നെയാണ് ജിച്ചൻ്റെ ആദ്യ എന്ന കഥ വായിക്കുന്നത്. അത് വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു അച്ഛാ. അച്ഛൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടടാ വാവേ. അമ്മ എവിടെ? അമ്മ നൈനുവിനോട് പിണക്കാണോ അച്ഛാ? മോളോട് അമ്മയ്ക്ക് പിണങ്ങാൻ പറ്റുമോ? ദേ അച്ഛൻ്റെ തൊട്ടടുത്തിരുന്ന് എല്ലാം കേട്ടുകൊണ്ട് കരയുക. അമ്മ. നൈനുവിൻ്റെ വിളി കേട്ടതും ആരുവിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണുനീർ പൊഴിഞ്ഞു. അമ്മ കേൾക്കുന്നുണ്ടോ? മോളെ, എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. എത്ര വർഷമായിരുന്നു ഈ ഒരു വിളിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. മോളെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അന്ന് അമ്മ മോളെ വേണമെന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചു പോയതല്ല. എനിക്കറിയാം അമ്മ. ഞാൻ കഥ വായിച്ചു. എൻ്റെ സ്കൂളിലെ ഒരു ചേട്ടൻ എനിക്ക് ഈ പുസ്തകം തന്നിട്ട് പറയുക, ഇതിലെ ജിച്ചനെയും ആദ്യം പോലെ നമുക്കാവണമെന്ന്. അത് കേട്ടതും ജീവയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആരു ജീവയെന്ന് നോക്കി. അമ്മ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നിട്ട് മോൾ എന്തു പറഞ്ഞു? ആ ചേട്ടൻ കുറേ നാളായി എൻ്റെ പിറകെ. ഇന്ന് ഈ പുസ്തകം തന്നപ്പോൾ ഒരു സാറ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാ പുസ്തകം എൻ്റെ കയ്യിലായത്. നാളെ ഞാൻ പുസ്തകം തിരിച്ചു കൊടുത്തിട്ട് പറയും, ജിച്ചനെയും ആദ്യം പോലെ ആവാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂന്ന്. അത് കേട്ടതും ജീവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മോൾ ഇക്കാര്യം അറിഞ്ഞെന്ന് ഒരിക്കലും ലക്ഷ്മിയമ്മയും കിഷോർ ചെറിയച്ഛനും അറിയാൻ പാടില്ല. അവരെന്നല്ല ആരും. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അവരിതറിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടും. അമ്മയെപ്പോലെ ഒരുപാട് സങ്കടം സഹിച്ചു ഒന്നായവരാ മോളുടെ അച്ഛനും അമ്മയും. അവർക്ക് മോളായിട്ട് ഒരു സങ്കടവും കൊടുക്കരുത്. മോള് പഴയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അവരെ സ്നേഹിക്കണം. അതിൻ്റെ കൂടെ ഞങ്ങൾക്കും ചെറുതല്ലാത്തൊരു സ്ഥാനം തന്നാൽ മതി. പിന്നെ മോള് ഞങ്ങളെ പപ്പയെന്നും അമ്മയെന്നും തന്നെ വിളിച്ചാൽ മതി. മോള് പപ്പയെന്നാണല്ലോ വിളിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അല്ലുവും അച്ചുവും അങ്ങനെയാ വിളിക്കാറ്. മോള് കേൾക്കുന്നുണ്ടോ? നൈനു ഒന്ന് മൂളി. അമ്മേ, നേരത്തെ ഫോൺ എടുത്തത് ആരാ? അത് അല്ലു, അലങ്കൃത, മോളുടെ അനിയത്തിയാ. പിന്നെ ഒരാൾ കൂടിയുണ്ട്, അച്ചു, അദ്വിത്, ടിൻസാ. നിങ്ങൾ എപ്പോഴാ അമ്മ എന്നെ കാണാൻ വരുന്നത്? എനിക്ക് അവരെയൊക്കെ കാണാൻ കൊതി തോന്നുക. അത് കേട്ടതും ജീവ ഫോൺ വാങ്ങി. വാവേ, ഞങ്ങൾ വരാട്ടോ. എപ്പോഴാ വരിക? കഴിയുന്നത്ര പെട്ടെന്ന്. വരുമല്ലോ, പറ്റിക്കില്ലല്ലോ. ഈ ചോദ്യം കേട്ടതും ജീവയ്ക്ക് അന്ന് ആരും ചോദിച്ചതുപോലെ ഫീൽ ചെയ്തു. ഇല്ല, പറ്റിക്കില്ല, ഉറപ്പായും വരും. അച്ഛാ, അമ്മ, എന്നാൽ ഞാൻ വെക്കട്ടെ. ഞാൻ കുറേ നേരമായി മുറി വന്നിട്ട്. ഇനിയും ഇവിടെ നിന്നാൽ എല്ലാവർക്കും സംശയം തോന്നും എന്നും പറഞ്ഞ് അവൾ കോൾ അവസാനിപ്പിച്ചു. അവളുടെ കണ്ണുകൾ മുറിയിൽ ഒരു ഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ടെഡിയിലേക്ക് നീണ്ടു. അവൾ അതിനരികിലേക്ക് നടന്നു. എന്നും രാവിലെയും രാത്രിയും മുടങ്ങാതെ ഇതിൻ്റെ ഇരുകവലിൽ ഉമ്മ കൊടുക്കും. പക്ഷെ എന്തിനാണെന്ന് ഒരറിവില്ലായിരുന്നു. ഇടയ്ക്ക് ജീവയും ആരവും വിളിച്ച ടെഡിക്ക് ഉമ്മ കൊടുക്കാറുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ പൊരുൾ എപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. 3 വയസ്സിൽ നടന്ന സംഭവങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. അവൾ ടെഡിയുടെ ഇരുകവളിലും മാറി മാറി ഉമ്മ കൊടുത്തു. അതേസമയം ജീവയുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് ആര് ചോദിച്ചു, നമ്മൾ മോളെ കാണാൻ പോകുന്നുണ്ടോ? പോണം. എപ്പോഴാ? എത്രയും പെട്ടെന്ന്. ആദ്യ, ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? അത് കേട്ടതും ആരും അവൻ്റെ തോളിൽ നിന്നും തല ഉയർത്തി അവനെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, ആഘോഷമൊക്കെ മോളെ കണ്ടിട്ട് മതി. അല്ലേലും എന്ത് വന്നാലും അതിനൊരു കുറവില്ലല്ലോ. അതെ, ഇപ്പോഴും ആ പഴയ റൊമാൻറ്റിക് ഹീറോ ആണെന്ന വിചാരം. മോളെ ഒരുത്തൻ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞത് അച്ഛൻ കേട്ടില്ലാവോ? 15 വയസ്സുകാരിയുടെ അച്ഛനാ ഇപ്പോഴും ആഘോഷിക്കാൻ നടക്കുന്നത്. ആരും കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി മോള് കെട്ടിപ്പോയാലും എൻ്റെ ആഘോഷങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല. എനിക്ക് എൻ്റെ വീഞ്ഞിനെ രുചിച്ച് നോക്കിക്കൊണ്ടേയിരിക്കണം എന്നും പറഞ്ഞ് അവളുടെ കവിളിൽ അമർത്തിമുത്തി. എന്നാലും ആ പയ്യൻ പ്രപ്പോസ് ചെയ്ത സ്റ്റൈൽ അതെനിക്കിഷ്ടമായി. ജീവ അതിനിടയിൽ അത് പറഞ്ഞതും നല്ല അച്ഛൻ എന്നും പറഞ്ഞ് ആരും ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി. കിഷോറിൻ്റെയും ലക്ഷ്മിയുടെയും നടുവിൽ കിടക്കുകയാണ് നൈനു. എന്നിട്ട് മോള് നാളെ അവനോട് എന്ത് പറയാൻ പോവുക? അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും മിസ് പറയില്ല. അച്ഛൻ പേടിക്കണ്ട. ഞാനെന്തിനു പേടിക്കണം? എനിക്കൊരു പേടിയില്ല. അല്ലേലും എൻ്റെ മോളെ എനിക്കറിഞ്ഞൂടെ? കിഷോറിൻ്റെ പറച്ചിൽ കേട്ട് നല്ല അച്ഛനും മോളും ലക്ഷ്മി പറഞ്ഞു പോയി. അച്ഛാ,
ജിച്ചൻ്റെ ആദ്യ എന്ന കഥയിലെ ജിച്ചനെയും ആദിയെയും പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കഥാപാത്രമാണ് രാധികയും മഹാദേവനും. അവരെന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. അത് കേട്ടതും കിഷോറിൻ്റെ മിഴികൾ ലക്ഷ്മിയിലേക്ക് നീണ്ടു. ഇരുവരും അവളെ ചേർത്ത് പിടിച്ചു നിദ്രയെ പുൽകി. ജീവയുടെയും ആരുവിൻ്റെയും വരവിനായി നൈനു കാത്തിരുന്നു. അങ്ങനെ ഇന്നാണ് ആരുവും ജീവയും നാട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായി അവർ നേരത്തെ കിഷോറിനോടും ലക്ഷ്മിയോടും നൈനുവിനെ കുറച്ച് ദിവസം തങ്ങളുടെ കൂടെ നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ സമ്മതം അറിയിച്ചു. നൈനു അവരുടെ മുന്നിൽ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പെരുമാറിയെങ്കിലും അവളുടെ മനസ്സ് അവളുടെ അച്ഛനെയും അമ്മയും കാണാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ജീവയുടെ നാട്ടിലെ വില്ലയിൽ നിന്ന് ആഘോഷരാവാണ്. ജീവയും അവൻ്റെ ആദ്യയും അവരുടെ 3 മക്കളും ഒരുമിച്ചുള്ള ആഘോഷരാവ്. നൈനു അല്ലുവിനെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുകയാണ്. അല്ലുവും അച്ചുവും ഒരുമിച്ച് ഡാൻസ് ചെയ്ത് റീൽസൊക്കെ ചെയ്യുമെങ്കിലും അവർ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. ഇതിനിടയിൽ അച്ചു പോയി അവരുടെ കൂടെ ഡാൻസ് ചെയ്ത് അവരെ ശല്യം ചെയ്യുന്നുണ്ട്. അല്ലുവിനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ നൈനു ഇതൊക്കെ ആസ്വദിക്കുകയാണ്. ജീവ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്ന് മക്കളുടെ കുസൃതികൾ ചെറുചിരിയാലെ നോക്കി കാണുകയാണ്. തൊട്ടരികിൽ ആരും ഉണ്ട്. ദി അമ്മ ഇവനൊന്ന് വിളിച്ച് കൊണ്ടുപോകുന്നുണ്ടോ? അല്ലു വിളിച്ചു പറഞ്ഞു. ഡാ മോനെ നീങ്ങ പോര്, അവർ പെൺപിള്ളേരെ എന്ത് വേണേലും ചെയ്യട്ടെ, ജീവ വിളിച്ചു പറഞ്ഞു. അത് കേട്ട അവന് മങ്ങിയ മുഖത്തോടെ തിരികെ നടക്കാൻ നേരം നൈൻ അവൻ്റെ കൈ പിടിച്ചു നിർത്തി. ശേഷം അല്ലുവിനോട് പറഞ്ഞു, നമുക്ക് ബാക്കി നാളെ പഠിക്കാം. ഇനി നമുക്ക് 3 പേർക്കും കൂടി ഇല്ലുമിനാട്ടി ഡാൻസ് ചെയ്താലോ? അത് കേട്ടതും അച്ചുവിൻ്റെ മുഖം വിടർന്നു. അത് കണ്ടതും അല്ലുവും സമ്മതം മൂളി. അങ്ങനെ 3 പേരും കൂടി ആവേശം മൂവിയിലെ ഇല്ലുമിനാട്ടി എന്ന പാട്ടിന് ചുവടുകൾ വെച്ചതും ജീവയത് തൻ്റെ ഫോണിൽ പകർത്തി. 3 പേരുടെയും ഡാൻസ് ഏറെ നേരം നീണ്ടുനിന്നു. ബെഡ്റൂമിലെ കിങ് സൈസിലുള്ള ബെഡിൽ സുഖമായി ഉറങ്ങുന്ന 3 മക്കളെയും ജീവയും ആരും കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. നൈനുവിൻ്റെ 2 സൈഡിലായി അല്ലുവും അച്ചുവും ഉണ്ട്. മക്കളുടെ 2 സൈഡിലായി ജീവയും ആരുവും കിടന്ന് കൈ കോർത്ത് പിടിച്ചു കുറച്ചു നേരം അങ്ങനെ കിടന്നു. ശേഷം ഇരുവരും 3 പേരുടെയും നെറ്റിയിൽ ചുണ്ടമർത്തി. ആദ്യ, ഇന്ന് എനിക്ക് ആഘോഷിക്കണം. ഇന്ന് ആഘോഷിച്ചില്ലേൽ പിന്നെ എപ്പോഴാ? ഒരു കള്ളച്ചിരിയോടെ ജീവയത് പറയുമ്പോൾ ആ കണ്ണുകളിൽ ആ പഴയ തിളക്കം ആരും ശ്രദ്ധിച്ചിരുന്നു. അവൾ ഒന്നും മിണ്ടുന്നില്ല എന്ന കണ്ട ജീവ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് തൊട്ടടുത്ത മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടിയൂന്നിക്കൊണ്ടവൻ പറഞ്ഞു, പഴകും തോറും വീര്യം കൂടുന്ന, അറിയും തോറും അറിയാൻ ആഗ്രഹം കൂടുന്ന എൻ്റെ മാത്രം വീഞ്ഞിനെ ഞാനിന്ന് രുചിച്ച് നോക്കാൻ പോവുകയാണ്. അന്നേരം അവൾ നാണത്താൽ പൂത്തുലഞ്ഞ മുഖം അവൻ്റെ നെഞ്ചിലൊളിപ്പിച്ചു. അവരന്നേരം വീണ്ടും ആ പഴയ ജീവയും അവൻ്റെ മാത്രം ആദ്യവുമായി മാറുകയായിരുന്നു.